Good morning, students. നമ്മൾ ഇന്ന് പറയുന്നത് ന്യൂ മാനേജ്മെൻറ്റ് ഫിലോസഫി എന്നൊരു ഭാഗത്തെ പറ്റിയാണ്. എന്താണ് ന്യൂ മാനേജ്മെൻറ്റ് ഫിലോസഫി എന്ന് നോക്കാം. മാനേജ്മെൻറ്റ് ഫിലോസഫി ഈസ് ദ ഫിലോസഫി അഡോപ്റ്റഡ് ബൈ എ കമ്പനീസ് എക്സിക്യൂട്ടീവ്സ് ഔട്ട്ലൈനിങ് ഹൗ ദേ ബിലീവ് എ ബിസിനസ് ഷുഡ് ബി ഡയറക്റ്റഡ്, particularly with regard to the treatment of fellow workers and employees. Management philosophy is less concerned with the day-to-day mechanics of running a business. It is that set of rational principles which forms the basis for guiding or controlling the operation or performance of a business activity. So, we can understand management philosophy means the set of rational principles or principles which forms the basis for guiding or controlling the operation or performance of a business activity. ഒരു ബിസിനസ് ആക്ടിവിറ്റി എങ്ങനെ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഗൈഡ് ചെയ്യണം കൺട്രോൾ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസിനെയാണ് അതിൻ്റെ ഫിലോസഫി അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഫിലോസഫി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ദാറ്റ് സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ വിച്ച് ഫോംസ് ഗൈഡിങ് ഓർ കൺട്രോളിംഗ് ദ ഓപ്പറേഷൻ ഓർ പെർഫോമൻസ് ഓഫ് എ ബിസിനസ് ആക്ടിവിറ്റി. ഒരു ബിസിനസ് ആക്ടിവിറ്റിയുടെ പെർഫോമൻസിനെ നയിക്കുകയും അതിൻ്റെ ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൂട്ടം പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ഫിലോസഫി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഡേ ടു ഡേ റണ്ണിങ്ങിന് ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ റണ്ണിങ് ആയി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഡേ ടു ഡേ റണ്ണിങ്ങിനെ സഹായിക്കുന്ന സർട്ടൻ പ്രിൻസിപ്പിൾസ് അടങ്ങിയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് മാനേജ്മെൻറ്റ് ഫിലോസഫി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് എ ഫിലോസഫി അഡോപ്റ്റഡ് ബൈ കമ്പനീസ് എക്സിക്യൂട്ടീവ്സ് ഔട്ട്ലൈനിങ് ഹൗ ദേ ബിലീവ് എ ബിസിനസ് ഷുഡ് ബി ഡയറക്റ്റഡ്. ഒരു ബിസിനസ് എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള അവരുടെ ബിലീവ്സ്, അതുപോലെ തന്നെ പർട്ടിക്കുലർലി വിത്ത് റിഗാർഡ് ടു ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫെല്ലോ വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ്, അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓരോ വർക്കേഴ്സിൻ്റെയും എംപ്ലോയീസിൻ്റെയും ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അവരോടുള്ള അനുഭാവം എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ബിലീവ്സാണ് മാനേജ്മെൻറ്റ് ഫിലോസഫി എന്നുള്ള കോൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, മോറൽ ഫിലോസഫി. എന്താണ് മോറൽ ഫിലോസഫി എന്ന് പറഞ്ഞാൽ? എത്തിക്സ് ഓർ മോറൽ ഫിലോസഫി ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിലോസഫി ദാറ്റ് ഇൻവോൾവ്സ് സിസ്റ്റമറ്റൈസിങ്, ഡിഫെൻഡിങ് ആൻഡ് റെക്കമെൻഡിങ് കോൺസെപ്റ്റ്സ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് കണ്ടക്ട്. Moral philosophy can be used to create a culture of honesty and ethical principle of business practice by creating a code of ethics that the company uses to shape its leaders and workers. Moral philosophy എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിലോസഫി ദാറ്റ് ഇൻവോൾവ്സ് സിസ്റ്റമറ്റൈസിങ്, ഡിഫെൻഡിങ് ആൻഡ് റെക്കമെൻഡിങ് കോൺസെപ്റ്റ്സ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് കണ്ടക്ട്. അതായത് ഒരു പ്രവർത്തനത്തിൽ ശരി ഏത് തെറ്റേത് എന്നുള്ളതിനെ പറ്റിയിട്ട് റെക്കമെൻഡ് ചെയ്യുകയും അത് തെറ്റായ കാര്യങ്ങളിനെ ഡിഫെൻഡ് ചെയ്യുകയും സിസ്റ്റമറ്റൈസ് ആയ ആക്ടിവിറ്റികൾ ഇൻവോൾവ് ചെയ്യുന്ന ഫിലോസഫിയുടെ ഒരു ബ്രാഞ്ചാണ് മോറൽ ഫിലോസഫി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ മോറൽ ഫിലോസഫി ഈസ് എ ബ്രാഞ്ച് ദാറ്റ് ഇൻവോൾവ്സ് സിസ്റ്റമറ്റൈസിങ്, ഡിഫെൻഡിങ് ആൻഡ് റെക്കമെൻഡിങ് ദ കോൺസെപ്റ്റ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് കണ്ടക്ട്. റൈറ്റ് കണ്ടക്ട്, റോങ് കണ്ടക്ട് എന്നിവയെ വേർതിരിക്കുകയും ഡിഫെൻഡ് ചെയ്യുകയും റോങ് കണ്ടക്റ്റിനെ ഡിഫെൻഡ് ചെയ്യുകയും സിസ്റ്റമറ്റൈസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയാണ് മോറൽ ഫിലോസഫി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ മോറൽ ഫിലോസഫി ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് എ കൾച്ചർ ഓഫ് ഓണസ്റ്റി ആൻഡ് എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് ബിസിനസ് പ്രാക്ടീസ്. ഓണസ്റ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ബിസിനസ് പ്രാക്ടീസ് എത്തിക്കലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആൻഡ് ബൈ ക്രിയേറ്റിംഗ് എ കോഡ് ഓഫ് എത്തിക്സ് ദാറ്റ് ദ കമ്പനി യൂസസ് ടു ഷേപ്പ് ഇറ്റ്സ് ലീഡേഴ്സ് ആൻഡ് വർക്കേഴ്സ്. ലീഡേഴ്സിനെയും വർക്കേഴ്സിനെയും ഷേപ്പ് ചെയ്യാൻ വേണ്ടി കമ്പനി യൂസ് ചെയ്യുന്ന കോഡ് ഓഫ് എത്തിക്സും കൂടി ഉൾപ്പെടുന്നതാണ് മോറൽ ഫിലോസഫി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ മോറൽ ഫിലോസഫി ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് എ കൾച്ചർ ഓഫ് ഓണസ്റ്റി. കൾച്ചർ ഓഫ് ഓണസ്റ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് ബിസിനസ് പ്രാക്ടീസസ് എത്തിക്കലായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടോ ഓർ ബൈ ക്രിയേറ്റിംഗ് എ കോഡ് ഓഫ് എത്തിക്സ് ദാറ്റ് ദ കമ്പനി യൂസസ് ടു ഷേപ്പ് ഇറ്റ്സ് ലീഡേഴ്സ് ആൻഡ് വർക്കേഴ്സ്. ലീഡേഴ്സിനെയും വർക്കേഴ്സിനെയും ഷേപ്പ് ചെയ്യാൻ വേണ്ടി കമ്പനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന കോഡ് ഓഫ് എത്തിക്സോ ആണ് മോറൽ ഫിലോസഫി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, ഓർഗനൈസേഷൻ ഫിലോസഫി. എന്താണ് ഓർഗനൈസേഷൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ? An organization philosophy is glue that joins everyone in an organization together so that they can all focus there on the attainment of excellence. ഓർഗനൈസേഷൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ അതൊരു ഗ്ലൂ ആണ്. ഗ്ലൂ എന്ന് പറഞ്ഞാൽ ഒരു പശ എന്ന് പറയാം. ദാറ്റ് ജോയിൻസ് എവറി വൺ ഇൻ എൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലുള്ള എല്ലാവരെയും ജോയിൻ ചെയ്യുന്ന ഒരു ഗ്ലൂ ആണ്, അല്ലെങ്കിൽ ഒട്ടിപ്പിക്കുന്ന ഒരു ഗ്ലൂ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അതാണ്. ടുഗദർ സോ ദാറ്റ് ദേ ക്യാൻ ആൾ ഫോക്കസ് ദെയർ ഓൺ അറ്റൈൻമെൻറ്റ് ഓഫ് എക്സലൻസ്. എക്സലൻസ് നേടിയെടുക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യാൻ എല്ലാ ഓർഗനൈസേഷനിലെ എല്ലാവരെയും ഗ്ലൂ ചെയ്യുന്ന ഒരു ഫിലോസഫിയാണ് ഓർഗനൈസേഷൻ ഫിലോസഫി എന്ന് പറയുന്നത്. സോ എൻ ഓർഗനൈസേഷൻ ഫിലോസഫി ഈസ് എ ഗ്ലൂ ദാറ്റ് ജോയിൻസ് എവറി വൺ ഇൻ എൻ ഓർഗനൈസേഷൻ ടുഗദർ so that they can all focus there on the attainment of excellence. The key differentiator is that a management philosophy is not a set of specific business tasks or method subject to improvement. Organizational philosophies also specify a clear chain of responsibility.
അപ്പോൾ ഓർഗനൈസേഷണൽ ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഗ്ലൂ ദാറ്റ് ജോയിൻസ് എവറി വൺ ഇൻ എൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലുള്ള എല്ലാവരെയും ജോയിൻ ചെയ്യുന്ന ഒരു പൊതുവായ ഒരു പ്രവർത്തനമാണ് ഓർഗനൈസേഷൻ ഫിലോസഫി എന്ന് പറയുന്നത്. ഒരുമിച്ച് ജോയിൻ ചെയ്യുകയും ചെയ്യുന്നത്. സോ ദാറ്റ് ദേ ക്യാൻ ആൾ ഫോക്കസ് ദർ ഓൺ ദ അറ്റൈൻമെൻറ്റ് ഓഫ് എക്സലൻസ്. എക്സലൻസ് നേടിയെടുക്കാൻ വേണ്ടി അവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. The key differentiator is that a management philosophy is not a set of specific business tasks but or method subject to improvement. Organizational philosophies also specify a clear chain of responsibility. ഒരു ക്ലിയർ ചെയിൻ ഓഫ് റെസ്പോൺസിബിലിറ്റി സ്പെസിഫൈ ചെയ്യുന്ന ഒന്നുകൂടിയാണ് ഓർഗനൈസേഷണൽ ഫിലോസഫീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോട്ടിവേഷണൽ ഫിലോസഫി. എന്താണ് മോട്ടിവേഷണൽ ഫിലോസഫി എന്ന് പറഞ്ഞാൽ? മോട്ടിവേഷണൽ ഫിലോസഫീസ് ഫോക്കസ് ഓൺ ദ മെത്തേഡ്സ് ടു ഇൻസ്പയർ എംപ്ലോയീസ്. എംപ്ലോയീസിനെ ഇൻസ്പയർ ചെയ്യുന്ന മെത്തേഡ്സുകളെ ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നത്. ആക്സെപ്റ്റ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ വർക്ക്. ജോലിക്ക് വേണ്ടി പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് വർക്ക് ടുവേർഡ് ദ ഓവറാൾ സക്സസ് ഓഫ് ദെയർ കമ്പനി. കമ്പനിയുടെ ഓവറാൾ സക്സസ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നിവയാണ് മോട്ടിവേഷണൽ ഫിലോസഫീസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ മോട്ടിവേഷണൽ ഫിലോസഫീസ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് മെത്തേഡ്സ് ടു ഇൻസ്പയർ ദ എംപ്ലോയീസിനെ ഇൻസ്പയർ ചെയ്യുന്ന മെത്തേഡ്സുകളെ ഇംപ്രൂവ് ദ പെർഫോമൻസുകൾ ഇംപ്രൂവ് ചെയ്യുക. ആക്സെപ്റ്റ് ദ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ വർക്ക്. ജോലിയോടുള്ള അവരുടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആക്സസ് ചെയ്യുക. അതുപോലെ തന്നെ വർക്ക് ടുവേർഡ്സ് ദ ഓവറാൾ സക്സസ് ഓഫ് ദെയർ കമ്പനി. കമ്പനിയുടെ ഓവറാൾ സക്സസ്സിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നിവയാണ് മോട്ടിവേഷണൽ ഫിലോസഫിയിൽ വരുന്നത്. സോ മോട്ടിവേഷണൽ ഫിലോസഫി സീക്സ് ടു ഡെവലപ്പ് എ വർക്ക് എൻവയോൺമെൻറ്റ് ദാറ്റ് പ്രൊമോട്ട്സ് സ്ട്രോങ് എംപ്ലോയി ഡ്രിവൻ ഐഡിയൽസ്. മോട്ടിവേഷണൽ ഫിലോസഫിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു ഡെവലപ്പ് എ വർക്ക് എൻവയോൺമെൻറ്റ്. ഒരു വർക്ക് എൻവയോൺമെൻറ്റ് ഡെവലപ്പ് ചെയ്യുക. അതിലൂടെ എന്ത് ചെയ്യുക? പ്രൊമോട്ട് സ്ട്രോങ് എംപ്ലോയി ഡ്രിവൻ ഐഡിയൽസ്. എംപ്ലോയി ഡ്രിവൻ ഐഡിയൽസിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. അതായത് എംപ്ലോയീസിൻ്റെ ഉള്ളിലുള്ള കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ തനതായ ആശയങ്ങളോ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളെ പ്രൊമോട്ട് ചെയ്യുക എന്നുകൂടിയാണ് മോട്ടിവേഷണൽ ഫിലോസഫീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് മാനേജിങ് എ ക്രൈസിസ്. എന്താണ് മാനേജിങ് എ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ? കമ്പനീസ് യൂസ് ക്രൈസിസ് മാനേജ്മെൻറ്റ് ടെക്നിക് വെൻ സംതിങ് ഗോസ് റോങ് ഇൻ ദെയർ ബിസിനസ്. അവരുടെ ബിസിനസ്സിന് എതിരായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് കമ്പനീസ് ക്രൈസിസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് യൂട്ടിലൈസ് ചെയ്യുക. ദീസ് ഫിലോസഫീസ് ഫോക്കസ് ഓൺ ഐഡൻറ്റിഫൈയിങ് പൊട്ടൻഷ്യൽ ഡേഞ്ചേഴ്സ്. ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഡേഞ്ചേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും പ്ലാനിങ് ഫോർ ദോസ് ഡേഞ്ചേഴ്സ്. അത്തരത്തിലുള്ള ഡേഞ്ചേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടും ആൻഡ് റെസ്പോണ്ടിങ് ടു ദം വിത്ത് എ ക്ലിയർ ഗോൾ വൺസ് ദ പ്രോബ്ലം ഒക്കേഴ്സ്. പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് അതിനെതിരെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പ്രോബ്ലത്തിനെതിരായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലിയർ ഗോള് ഡെവലപ്പ് ചെയ്യലാണ് മാനേജിങ് എ ക്രൈസിസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ മാനേജിങ് എ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് യൂസ് ക്രൈസിസ് മാനേജ്മെൻറ്റ് ടെക്നിക്. കമ്പനികൾ ക്രൈസിസ് മാനേജ്മെൻറ്റ് ടെക്നിക് യൂട്ടിലൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? വെൻ സംതിങ് ഗോസ് റോങ് ഇൻ ദെയർ ബിസിനസ്. അവരുടെ ബിസിനസ്സിൽ തെറ്റായിട്ട് അല്ലെങ്കിൽ റോങ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് ക്രൈസിസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് അവർ ഉപയോഗിക്കുക. ദീസ് ഫിലോസഫീസ് ഫോക്കസ് ഓൺ ഐഡൻറ്റിഫൈയിങ് പൊട്ടൻഷ്യൽ ഡേഞ്ചേഴ്സ് കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ പ്ലാനിങ് ഫോർ ദോസ് ഡേഞ്ചേഴ്സ്. അത്തരത്തിലുള്ള ഡേഞ്ചേഴ്സ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അതിനു വേണ്ടി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടും ആൻഡ് റെസ്പോണ്ടിങ് ടു ദം വിത്ത് എ ക്ലിയർ ഗോൾ വൺസ് ദ പ്രോബ്ലം ഒക്കേഴ്സ്. പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരായിട്ട് ക്ലിയർ ഗോള് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മാനേജിങ് ക്രൈസിസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് കൺസ്യൂമർ ഫിലോസഫി. എന്താണ് കൺസ്യൂമർ ഫിലോസഫി എന്ന് പറഞ്ഞാൽ? കൺസ്യൂമർ ഫിലോസഫീസ് ഫോക്കസ് ഓൺ ദ വേ അവർ കസ്റ്റമർ റിലേറ്റ്സ് ടു അവർ കമ്പനി. കസ്റ്റമർ എത്രമാത്രം കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് കൺസ്യൂമർ ഫിലോസഫി എന്ന് പറയുന്നത്. ദീസ് ഫിലോസഫി include transactional marketing, relationship marketing and mixed marketing philosophies. ഈ ഫിലോസഫിയിൽ പ്രധാനമായിട്ടും വരുന്നത് ട്രാൻസാക്ഷണൽ മാർക്കറ്റിംഗ് വരുന്നുണ്ട്, റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് വരുന്നുണ്ട്, മിക്സഡ് മാർക്കറ്റിംഗ് ഫിലോസഫീസ് വരുന്നുണ്ട്. ട്രാൻസാക്ഷണൽ മാർക്കറ്റിംഗ് ഇൻവോൾവ്സ് ലാർജ് ടിക്കറ്റ് ഐറ്റംസ് വിച്ച് ആർ എക്സ്പെൻസീവ് പർച്ചേസസ് യുവർ കസ്റ്റമേഴ്സ് മേക്ക് infrequently. Relationship marketing focus on less expensive but regularly purchased items such as groceries, clothes or household items. ട്രാൻസാക്ഷണൽ മാർക്കറ്റിങ്ങിൽ പ്രധാനമായിട്ടും വരുന്നത് എന്തൊക്കെയാണ്? ലാർജ് ടിക്കറ്റ് ഐറ്റംസ് ആയിട്ടുള്ള എക്സ്പെൻസീവ് പർച്ചേസസ് യുവർ കസ്റ്റമേഴ്സ് മേക്ക് ഇൻഫ്രീക്വൻ്റ്ലി. കസ്റ്റമേഴ്സ് ഇൻഫ്രീക്വൻ്റ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ലാർജ് പർച്ചേസസ് ഒക്കെയാണ് എന്തിൽ വരുന്നത്? ലാർജ് ടിക്കറ്റ് ഐറ്റംസ് ആണ് ട്രാൻസാക്ഷണൽ മാർക്കറ്റിങ്ങിൽ വരുന്നത്. ട്രാൻസാക്ഷണൽ മാർക്കറ്റിംഗ് ഇൻവോൾവ്സ് ലാർജ് ടിക്കറ്റ് ഐറ്റംസ്
which are expensive purchases your customers make infrequently. കസ്റ്റമേഴ്സ് ഇൻഫ്രീക്വൻ്റ് ആയിട്ട് മേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള പർച്ചേസസ് ആണ് ട്രാൻസാക്ഷൻ മാർക്കറ്റിംഗിൽ വരുന്നത്. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ഫോക്കസ് ഓൺ ലെസ് എക്സ്പെൻസീവ് ബട്ട് റെഗുലർലി പർച്ചേസ്ഡ് ഐറ്റംസ്. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ലെസ് എക്സ്പെൻസീവ് ആയതോ അല്ലെങ്കിൽ റെഗുലർലി പർച്ചേസ്ഡ് ഐറ്റംസുമായിട്ടാണ്. അതായത് പ്രധാനമായിട്ടും എന്തൊക്കെ വരുന്നത് ഗ്രോസറീസ്, ക്ലോത്ത്സ് ഓർ ഹൗസ് ഹോൾഡ് ഐറ്റംസ്. ഇതൊക്കെയാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗിൽ പ്രധാനമായിട്ടും വരുന്നത്. സോ കൺസ്യൂമർ ഫിലോസഫീസ് ഫോക്കസ് ഓൺ ദ വേ അവർ കസ്റ്റമർ റിലേറ്റ്സ് ടു അവർ കമ്പനി. കസ്റ്റമർ എങ്ങനെയാണ് കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ അതിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് വരുന്നത്. ട്രാൻസാക്ഷൻ മാർക്കറ്റിംഗ്, പിന്നെ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, പിന്നെ മിക്സഡ് മാർക്കറ്റിംഗ് ഫിലോസഫി. അതിൽ ട്രാൻസാക്ഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്സ് ലാർജ് ടിക്കറ്റ് ഐറ്റംസ് വിച്ച് ആർ എക്സ്പെൻസീവ് പർച്ചേസസ് യുവർ കസ്റ്റമേഴ്സ് മേക്ക് ഇൻഫ്രീക്വൻ്റ്ലി. Relationship marketing focus on less expensive but regularly purchased items such as groceries, clothes or household items. ട്രാൻസാക്ഷൻ മാർക്കറ്റിംഗിൽ പ്രധാനമായിട്ടും ലാർജ് ടിക്കറ്റ് ഐറ്റംസ് ആണ്. അതായത് എക്സ്പെൻസീവ് പർച്ചേസസ് ഇവർ കസ്റ്റമേഴ്സ് മേക്ക് ഇൻഫ്രീക്വൻ്റ് ആയിട്ട് കസ്റ്റമേഴ്സ് മേക്ക് ചെയ്യുന്ന എക്സ്പെൻസീവ് പർച്ചേസസ് ആണ് ട്രാൻസാക്ഷൻ മാർക്കറ്റിംഗിൽ വരുന്നത്. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യുന്നത് ലെസ് എക്സ്പെൻസീവ് ആണ്. അതായത് റെഗുലർലി പർച്ചേസ്ഡ് ഐറ്റംസ് ആയിട്ടുള്ള ഗ്രോസറി, ക്ലോത്ത്സ് ഓർ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗിൽ പ്രധാനമായിട്ടും വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഓൾഡ് വേഴ്സസ് ന്യൂ മാനേജ്മെൻറ്റ് ഫിലോസഫി. ഓൾഡ് വേഴ്സസ് ന്യൂ മാനേജ്മെൻറ്റ് ഫിലോസഫി പറയുന്നത് ഓൾഡ് മാനേജ്മെൻറ്റ് വാസ് കമ്പനി ഓറിയൻറ്റഡ് വൈൽ ന്യൂ ഫിലോസഫി ഈസ് കസ്റ്റമർ ഓറിയൻറ്റഡ്. ഓൾഡ് മാനേജ്മെൻറ്റ് എന്നുള്ളത് കമ്പനി ഓറിയൻറ്റഡ് ആണെങ്കിൽ ന്യൂ ഫിലോസഫി എന്നുള്ളത് എന്താണ് കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്. വിത്ത് ദ ടൈം ബീയിങ്സ് ഹാവ് ബീൻ ചേഞ്ച്ഡ്. ദ കോമ്പറ്റീഷൻ ഇൻ ദ ബിസിനസ് വേൾഡ് ഈസ് ഇൻക്രീസിങ് ഈച്ച് ആൻഡ് എവറി ഡേ. ബിസിനസ് വേൾഡിൽ കോമ്പറ്റീഷൻ എന്നുള്ളത് ഓരോ ദിവസവും ഇൻക്രീസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഹാസ് മെയ്ഡ് മാനേജ്മെൻറ്റ് ഓഫ് ബിസിനസ് ടു ബേസ് ഡിസിഷൻസ് ഓൺ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ ഡിസിഷൻസിനനുസരിച്ചിട്ട് നടപ്പിലാക്കാൻ ബിസിനസ്സിനെ മെയ്ഡ് ചെയ്യുന്ന ഒന്നാണിത്. ദിസ് ഹാസ് മെയ്ഡ് മാനേജ്മെൻറ്റ് ഓഫ് ബിസിനസ് ടു ബേസ് ഡിസിഷൻസ് ഓൺ കസ്റ്റമേഴ്സ്. ദിസ് ഈസ് അൺലൈക്ക് ട്രഡീഷണൽ ഫോംസ് where companies made decisions basing on what worked well for them. Opinions are data driven unlike traditional opinion driven decisions. Opinions എന്നുള്ളത് എങ്ങനെയാണ് ഡേറ്റ ലഭിക്കുന്ന ഡേറ്റയ്ക്ക് അനുസരിച്ചായിരിക്കും ഒപ്പീനിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രഡീഷണൽ ഒപ്പീനിയൻസിന് പകരമായിട്ട് ലഭിക്കുന്ന ഡേറ്റയ്ക്ക് അനുസൃതമായിട്ടായിരിക്കും ഒപ്പീനിയൻസ് എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതാണ് ഓൾഡ് മാനേജ്മെൻറ്റ് ഫിലോസഫിയും ന്യൂ മാനേജ്മെൻറ്റ് ഫിലോസഫിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓൾഡ് മാനേജ്മെൻറ്റ് ഫിലോസഫിയിൽ എന്തൊക്കെയായിരുന്നു? ഓൾഡ് മാനേജ്മെൻറ്റ് ഫിലോസഫിയിൽ കമ്പനി ഓറിയൻറ്റഡ് ആണ്. അതായത് ന്യൂ മാനേജ്മെൻറ്റ് ഫിലോസഫി കസ്റ്റമർ ഓറിയൻറ്റഡും ഓൾഡ് മാനേജ്മെൻറ്റ് ഫിലോസഫി കമ്പനി ഓറിയൻറ്റഡുമാണ്. ടൈം ബീയിങ് ചേഞ്ചസ് അനുസരിച്ച് കോമ്പറ്റീഷൻ ഇൻ ദ ബിസിനസ് വേൾഡ് എന്നുള്ളത് ഡേ ടു ഡേ ഇൻക്രീസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്നുള്ളത് ഈസ് ടു ബേസ് ഡിസിഷൻസ് ഓൺ കസ്റ്റമേഴ്സിൻ്റെ ഡിസിഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ എന്തായിട്ടുണ്ട്? ദിസ് ഈസ് അൺലൈക്ക് ട്രഡീഷണൽ ഫോംസ് വെർ കമ്പനീസ് മെയ്ഡ് ഡിസിഷൻസ് ബേസിങ് ഓൺ വാട്ട് വർക്ക്ഡ് വെൽ ഫോർ ദം. അതുപോലെ തന്നെ ഒപ്പീനിയൻസ് ആർ ഡേറ്റ ഡ്രിവൺ അൺലൈക്ക് ട്രഡീഷണൽ ഒപ്പീനിയൻ ഡ്രിവൺ ഡിസിഷൻസ്. ട്രഡീഷണൽ ഒപ്പീനിയൻസിന് പകരമായിട്ട് ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ് ഇപ്പോൾ പ്രൊവൈഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? ന്യൂ മാനേജ്മെൻറ്റ് ഫിലോസഫി എന്താണെന്ന് പറഞ്ഞു, മോറൽ ഫിലോസഫി എന്താണെന്ന് പറഞ്ഞു, ഓർഗനൈസേഷൻ ഫിലോസഫി എന്താണെന്ന് പറഞ്ഞു, മോട്ടിവേഷണൽ ഫിലോസഫി എന്താണെന്ന് പറഞ്ഞു, മാനേജിങ് എ ക്രൈസിസ് എന്താണെന്ന് പറഞ്ഞു, കൺസ്യൂമർ ഫിലോസഫി എന്താണെന്ന് പറഞ്ഞു, ഓൾഡ് വേഴ്സസ് ന്യൂ മാനേജ്മെൻറ്റ് ഫിലോസഫി തമ്മിലുള്ള വ്യത്യാസം, ഓൾഡ് ഫിലോസഫി ന്യൂ മാനേജ്മെൻറ്റ് ഫിലോസഫി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് എത്തിക്സ് ഇൻ ബിസിനസ് എത്തിക്സിൽ ഉള്ള പ്രധാനപ്പെട്ട ഫങ്ഷൻ ഏരിയാസ്, അതായത് പ്രൊഡക്ഷൻ എത്തിക്സ്, അതുപോലെ തന്നെ എത്തിക്സ് ഇൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, എത്തിക്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, എത്തിക്കൽ ഇഷ്യൂസ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ക്യാഷ് ആൻഡ് കോമ്പൻസേഷൻ പ്ലാൻസ്, റേസ്, ജെൻഡർ, ഡിസബിലിറ്റി, എംപ്ലോയ്മെൻറ്റ് ഇഷ്യൂസ്, പ്രൈവസി ഇഷ്യൂസ്, അതർ എത്തിക്കൽ ഇഷ്യൂസ്, എത്തിക്സ് ഇൻ ഫിനാൻഷ്യൽ ഏരിയാസ്, എത്തിക്സ് ആൻഡ് ടെക്നോളജി, മാനേജിംഗ് ഫോർ ഓർഗനൈസേഷണൽ ഇൻറ്റഗ്രിറ്റി ആസ് എ ഗവേണിംഗ് എത്തിക്, മാനേജ്മെൻറ്റ് ഓഫ് ക്വാളിറ്റി, ഇത്രയുള്ള കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ക്വാളിറ്റി പ്ലാനിങ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. എല്ലാവരും ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.